ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്? രണ്ടുപേർക്കും ഒരിടത്താണോ ജോലിയെന്ന് തോന്നിപ്പോവുക? മതി മോളെ, വിശപ്പില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. മരുന്നുകൾ ഒരുപാട് കഴിക്കാനുള്ളതാ. ശരീരത്തിന് നല്ല ആരോഗ്യം വേണം. എന്താ ചിരിക്കുന്നേ? എന്നെയും കൊണ്ട് ആശുപത്രി തോറും നടന്ന് നീയും ഡോക്ടർമാരെ പോലെ സംസാരിച്ചു തുടങ്ങി. ഞാനിപ്പോ സ്റ്റെതസ്കോപ്പും കൊണ്ട് എല്ലാവരെയും ചികിത്സിക്കാൻ നടക്കാം. ഇതങ്ങോട്ട് കഴിച്ചേ. അതെ, ഇന്ന് 1-2 ടെസ്റ്റുകൾ കൂടിയുണ്ട്. ഡോക്ടർ വന്ന് പറയുമ്പോ അമ്മ അതിന് റെഡി ആവണം. ഗോപാലമാമ പുറത്തുണ്ട്. എല്ലാ കാര്യങ്ങളും ഗോപാലമാമ നോക്കിക്കോളും. മോളെ, നീ ഇതെവിടെ പോവാ? അമ്മയോട് പറഞ്ഞില്ലേ? ഇവരുടെ ഓഫീസിലേ ഇന്ന് ഡൽഹിയിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കൃഷ്ണ അവിടെ വേണോന്ന് ഓഫീസിലുള്ള ഒരു നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അത് തങ്കേച്ചിയോട് എങ്ങനെ പറയുമെന്നുള്ള വിഷമത്തിലാ അവള് നിൽക്കുന്നേ. പോകേണ്ട കാര്യമാണെങ്കിൽ പിന്നെ പോവാതെ പറ്റുമോ? അവരത്രയും നല്ല രീതിയിൽ മോളെ കാണുമ്പോ എങ്ങനെയാ പോകാണ്ടിരിക്കുന്നേ? അമ്മ ഇങ്ങനെ കിടക്കുമ്പോ അതിപ്പോ ആശുപത്രിയിലായാലും വീട്ടിലായാലും ഞാൻ ഒരിടത്ത് ഇങ്ങനെ കിടക്കുകയല്ലേ. എന്റെ മോള് ചെല്ല്, പോയിട്ട് വാ. അല്ല, നീ ഫോട്ടോ എടുക്കാറൊന്നുമില്ലേ? നിന്റെ ഓഫീസില് വലിയ വലിയ ആൾക്കാരൊക്കെ വരുമ്പോ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറില്ലേ? അക്കാര്യം ചോദിച്ചതാ. അതില് ഒരു ഫോട്ടോ അമ്മയെ കൊണ്ടുവന്ന് കാണിക്കണേ. വലിയ വലിയ ആൾക്കാരുടെ കൂടെ നീ നിൽക്കുന്നത് കാണാൻ അമ്മയ്ക്ക് കൊതിയായിട്ടാ. അല്ല, ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്? രണ്ടുപേർക്കും ഒരിടത്താണോ ജോലിയെന്ന് തോന്നിപ്പോവുക? എന്നാ പിന്നെ സമയം കളയണ്ട, മോള് പൊയ്ക്കോ. ശരിയമ്മേ. മോളെ, ഗോപാലമാമ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി മോളെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഗോപാലമാമ എന്നെ വിളിക്കണം. അതൊന്നും മോള് പേടിക്കണ്ട. ഗോപാലമാമയുടെ കാര്യങ്ങളെല്ലാം മുടങ്ങിയല്ലേ? അതിന്റെ കണക്ക് പറച്ചിലാണോ ഇപ്പൊ നടക്കേണ്ടത്? തങ്കത്തിന്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ. നിങ്ങൾ പോവാൻ നോക്ക്. ഓഫീസിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ആരൊക്കെയോ വരുന്നുണ്ടെന്ന് സുനന്ദേച്ചി അമ്മയോട് പറഞ്ഞു. അവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തോണ്ട് വരുമോ എന്ന് അമ്മ ചോദിച്ചു. അമ്മയെ പറ്റിച്ച് മോള് ഫോട്ടോ എടുക്കാൻ തന്നെയാ പോന്നെ. ഇനി അവിടെ ചെന്നിട്ട് എല്ലാം മറന്നു ചിരിക്കണം, സംസാരിക്കണം. കേമാണ് എന്റെ ജാതകം, അല്ലേ? വാ സുനന്ദേച്ചി.
അമ്മ, ഈ ഫോട്ടോഷൂട്ടിന് വരുന്ന സ്റ്റുഡിയോക്കാരാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരുടെ നമ്പറും സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തിന്? പുഴുങ്ങി തിന്നാനോ? അമ്മ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെയാ ഞാൻ പറയണ്ടേ? ഈ സ്റ്റുഡിയോക്കാരുടെയോ ഫോട്ടോക്കാരുടെയോ ഒക്കെ നമ്പർ ഇട്ടിട്ട് നമുക്ക് എന്താ കാര്യം? അവന്മാരെ കൊണ്ട് എന്ത് സാധിക്കും? എടുക്കുന്നത് ക്യാമറയെ പതിഞ്ഞില്ലാന്ന് വരുത്തിയ അവര് പിറ്റേ ദിവസം ഇത് തന്നെ നടത്തില്ലേ? ഇതിലും ഗംഭീരായിട്ട്. അമ്മയെപ്പോലെ തലകുത്തി നിന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. ഉം. ബുദ്ധിയുടെ കാര്യത്തില് നിനക്ക് അച്ഛന്റെ ഗുണമാണല്ലോ കിട്ടിയിരിക്കുന്നത്. എടി മോളെ, ഫോട്ടോഷൂട്ട് മുടക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. അതിനിടയിൽ ആരും അറിയാതെ പറ്റുമെങ്കിൽ ഗാഥയെ എങ്ങനെയെങ്കിലും കൊല്ലാനാ. ദേ കണ്ടോ, നിന്റെ മുഖം വിളറി വെളുത്തു. ഇതിന്റെ 10 ഇരട്ടിയാ നിന്റെ അച്ഛന്റെ മുഖത്ത് വരുന്നേ. അതുകൊണ്ടേ ഒരു കാര്യവും നിന്റെ അച്ഛനോട് പറയാൻ നിൽക്കണ്ട. ഓർമ്മയുണ്ടല്ലോ, അന്ന് ആ മണ്ഡപത്തിൽ വെച്ച് മാണിക്കുഞ്ഞും നവീനും കൂടി യോജിച്ചപ്പോ അങ്ങേര് തത്ത പറയുന്ന പോലെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നേ. അതുകൊണ്ട് നിന്റെ അച്ഛൻ ഈ കാര്യത്തില് വെറും കാഴ്ചക്കാരനായിരുന്നാ മതി. അമ്മ എന്താ ചെയ്യാൻ പോണത് പറ. ആ, ഇതുവരെ എന്റെ തലയിൽ ഒന്നും വന്നിട്ടില്ല. പക്ഷേ തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. നോക്കട്ടെ, ഭഗവാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കൊണ്ടുവന്നു തരും. ആ, കല്യാണത്തിന് മുമ്പെന്നും പറഞ്ഞ് ഫോട്ടോ എടുക്കുക, എന്നിട്ടത് ശവമടക്കിന് മുമ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞ് ചുവരി തൂക്കുക. എന്ത് രസമായിരിക്കും അല്ലേ അത്? കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഇനി ഒരു അബദ്ധം പറ്റിയാലേ ആരും ക്ഷമിക്കില്ലമ്മേ. പ്രായം പോലും നോക്കാതെ എല്ലാവരുടെയും കൈ അമ്മയ്ക്ക് നേരെ നീളും. കാലു പിടിക്കുന്നതിനേക്കാളും കരയാവുന്നതിനേക്കാളും ഒക്കെ അപ്പുറം ആയില്ലേ? കേട്ടിട്ടില്ലേടി മോളെ, പുഴുവായും നരിയായും നായായും ഒക്കെ നമുക്ക് ചിലപ്പോ നടക്കേണ്ടി വരും. എന്തിനാ? നല്ലൊരു മനുഷ്യജന്മം കിട്ടാൻ. ആ നായും നരിയായിട്ടാ നമ്മളിപ്പോ നടക്കുന്നത്. നവീനെ നീ സ്വന്തമാക്കിയ അപ്പം മുതലാ നമ്മുടെ മനുഷ്യജന്മം ആരംഭിക്കുന്നത്. അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന കൂട്ടിയാ മതി. കളരിക്കൽക്കാര് ദയവ് തോന്നി തരുന്ന എന്തെങ്കിലും ഒരു പിച്ചയും വാങ്ങി ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാൻ നിന്റെ അമ്മയ്ക്ക് താല്പര്യമില്ല.